നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശ്രീരാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന നഗരവികസനത്തിനായി ഭൂമിയും വീടും ഒഴിഞ്ഞവർക്ക് സമ്പൂർണമായും നഷ്ടപരിഹാരം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ. രാമജന്മഭൂമി പത്ത്, ഭക്തിപത്ത്, രാംപത്ത്, പഞ്ച്കോശി പരിക്രമ മാർഗ്, ചൗദാകോസി പരിക്രമ മാർഗ്, അയോധ്യ വിമാനത്താവളം എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ജനങ്ങളിൽ ചിലർക്ക് ഭൂമിയും വീടും വിട്ടുകൊടുക്കേണ്ടി വന്നത്. 1253.06 കോടി രൂപ ഇവർക്ക് നഷ്ടപരിഹാരമായി വിതരണം ചെയ്തു. ഭൂമി നഷ്ടമായവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാത്തതിനാലാണ് അയോധ്യയിൽ BJP തോറ്റതെന്ന് പ്രചരിപ്പിച്ച വീഡിയോകളോട് പ്രതികരിക്കുകയായിരുന്നു നിതീഷ് കുമാർ. ക്ഷേത്ര നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. കട, വീട്, സ്ഥല ഉടമകളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ സമ്മതത്തോടെ ചട്ടാനുസൃതമായി പുനരധിവാസം പൂർത്തിയാക്കിയതാണ്. എക്സ്ഗ്രേഷ്യയും നഷ്ടപരിഹാരവും നൽകിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. അയോധ്യ ഡാമിന്റെ വികസനത്തിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാശനഷ്ടമുണ്ടായ താമസക്കാർക്ക് മൊത്തം 1253.06 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകിയതായി ജില്ലാ ഭരണകൂടം ചൊവ്വാഴ്ച അറിയിച്ചു. ഈ വിഷയത്തിൽ ദുരിത ബാധിതർക്കിടയിൽ അതൃപ്തിയുണ്ടെന്ന വാദങ്ങളെ പ്രത്യക്ഷമായി എതിർത്തു. റോഡിന്റെ ഇരുവശത്തുമുള്ള കടയുടമകളെയും കെട്ടിട ഉടമകളെയും ഭൂവുടമകളെയും ഏകോപിപ്പിച്ചാണ് വിവിധ പ്രധാന റോഡുകളുടെയും പാതകളുടെയും സൗന്ദര്യവൽക്കരണവും വീതി കൂട്ടലും നടത്തിയതെന്നാണ് അയോധ്യയിലെ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ആധുനികവും സുഗമവുമായ അയോധ്യ, ചരിത്രപരവും പുരാണപരവുമായ പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് അയോധ്യ ആധുനിക നഗരമായി വികസിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകും. റോഡുകളുടെ വീതി കൂട്ടൽ ഇതിന് പ്രധാനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4616 കടയുടമകളെ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും റോഡുകളുടെ വീതി കൂട്ടലുകളും ബാധിച്ചിരുന്നു. ഭാഗികമായി പൊളിച്ച കടകളുടെ വലിപ്പമനുസരിച്ച് കടയുടമകൾക്ക് എക്സ്ഗ്രേഷ്യ തുക നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡുകളുടെ സൗന്ദര്യവൽക്കരണത്തിലും വീതി കൂട്ടുന്നതിലും മൊത്തം 401 കടയുടമകളെ പൂർണ്ണമായി സ്ഥലം മാറ്റി. അതിൽ 339 കടയുടമകൾക്ക് അതോറിറ്റി കടകൾ അനുവദിച്ചു. മറ്റൊരിടത്തേക്ക് മാറിയതിനാൽ കുറച്ചു കാലമായി അവരുടെ ബിസിനസ് ബാധിച്ചതിനാൽ ഒരു കടയുടമയ്ക്ക് നീക്കം ചെയ്ത കടയുടെ വലിപ്പം അനുസരിച്ച് 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള എക്സ്ഗ്രേഷ്യ തുക അവരുടെ അക്കൗണ്ടിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. എല്ലാ കടകളും ഭരണകൂടം തന്നെ മോടി പിടിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കടകൾ നൽകിയെന്ന് മാത്രമല്ല, തീർത്ഥാടനം പുരോഗമിച്ചതോടെ അവരുടെ കച്ചവടവും നേരത്തെയുള്ളതിന്റെ പല മടങ്ങായി വർദ്ധിച്ചു. റോഡുകളുടെ വീതി കൂട്ടൽ കാരണം 79 കുടുംബങ്ങളെ പൂർണ്ണമായും മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. 1845 കെട്ടിട ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 300.67 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുത്ത എല്ലാവരെയും ചട്ടങ്ങൾക്ക് അനുസൃതമായി പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടെയാണ് ഭൂമി ഏറ്റെടുത്തത്. ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും ഉടമകളുടെ അക്കൗണ്ടിലേക്ക് 952.39 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു. 2 തവണ സിറ്റിംഗ് MP ആയിരുന്ന BJPയുടെ ലല്ലു സിംഗിൽ നിന്ന് സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് അയോധ്യയുള്ള ഫൈസാബാദ് ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രസ്താവന വന്നത്. തോൽവിയെ തുടർന്ന് ക്ഷേത്രനഗരി വികസനവും സൗന്ദര്യവൽക്കരണവും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഇത് BJPയുടെ പരാജയത്തിന് കാരണമായെന്നും ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെട്ടു. റോഡുകൾ വീതി കൂട്ടുന്നതിനായി വീടുകൾ തകർത്തതായി SP ജില്ലാ മേധാവി ഭരത്നാഥ് യാദവ് പരാതിപ്പെട്ടിരുന്നു. രാമന്റെ നാട്ടിലെ ആളുകൾ തങ്ങളോട് അനീതി കാണിക്കുന്നുവെന്നും അവരെ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് പിഴുതെറിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.